ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ AAIയുടെ കീഴിൽ വരുന്ന എയർ ട്രാഫിക് കൺട്രോളർ ATC ജൂനിയർ എക്സിക്യൂട്ടീവ് എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷൻ നടക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളേഴ്സിനെ, അതായത് ATCസിലെ ജൂനിയർ എക്സിക്യൂട്ടീവ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ സിലബസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഞാൻ തന്നെ ഈ എക്സാമിനേഷൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ, ഞാനിവിടെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ടാവും അല്ലേ, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ബേസിക്കലി ഈ ഒരു എയർപോർട്ടിലേക്ക് വരുന്ന, അതായത് ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന എയർ പ്ലെയിൻസിൻ്റെ ട്രാഫിക് നിയന്ത്രിക്കുക, ആ ഒരു പോസ്റ്റിനെയാണ് നമ്മളിവിടെ എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ബേസിക്കലി ഏത് അതോറിറ്റി ആണോ നമ്മളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് അവയുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടുള്ള കോർഡിനേഷൻ വേണം, നല്ല വ്യക്തമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് വേണം. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ പ്രൊഫീഷ്യൻസി അല്ല, ഉറച്ച ശബ്ദത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കമാൻഡ്സ് അതുപോലെ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒക്കെയാണ് ഇതിൽ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വോയിസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജോലിയുടെ അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ്. സോ സെലക്ഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ബേസിക് ആയിട്ടുള്ള ഒരു ഓൺലൈൻ എക്സാമിനേഷൻ മാത്രമാണുള്ളൂ. സോ ആ ഒറ്റ ഓൺലൈൻ എക്സാമിനേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ഷൻ കിട്ടും. അതിനുശേഷം ഇങ്ങനെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലൊക്കെ വരുന്ന പോലെ Tier 1 എക്സാം, Tier 2 എക്സാം, അല്ലെങ്കിൽ CBT1, CBT2, റെയിൽവേയുടെ എക്സാംസ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാം അല്ലേ, അങ്ങനെയൊന്നുമില്ല. ആകെ ഒരൊറ്റ ഓൺലൈൻ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു വോയിസ് ടെസ്റ്റും പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതുതന്നെയാണ് ഈ ഒരു ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സാണ് ഈ ജോലിയുടെ നമ്പർ 1 അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇനി സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് കോമ്പറ്റീഷൻ ആണ്. സോ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് എൻജിനീയറിംഗ് ആണ്, BE അല്ലെങ്കിൽ BTech ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BSc മാത്സ് ഓർ ഫിസിക്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു മിനിമം ഗ്രാജുവേഷൻ റിക്വയർമെൻറ്റ് വേണ്ടിയിട്ടുള്ള ജോലിയാണ്. അത് തന്നെ ചില സ്പെസിഫിക് സ്ട്രീമിലെ കുട്ടികൾക്ക് മാത്രമാണ് യോഗ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള കോമ്പറ്റീഷനും കുറവായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ പ്രത്യേകതയുള്ള കാര്യങ്ങളാണ്, വളരെ നമ്മളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ജോലി എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നല്ല സാലറിയോട് കൂടി വരുന്ന ഒരു ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഈ ജോലിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ബേസിക്കലി സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ജൂനിയർ എക്സിക്യൂട്ടീവ്സ് ആയിട്ടാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ ആയിട്ടാണ് ഒരു മോഡ് ഉള്ളത്. സോ ബേസിക്കലി നമ്മൾ പണ്ടത്തെ പോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്കാൻ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, AAI.AERO എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് തന്നെയാണ്. ഇനി അവിടെ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു പേജ് തെളിഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ടുള്ള സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓരോ സമയത്തും നിങ്ങളുടെ എന്തൊക്കെയാണോ സ്പെസിഫിക്കേഷൻസ് ആ ഒരു വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇവിടെ ഒന്നെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് 3 years ഇൻ BSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും റെഗുലർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 12th ലെവലുള്ള മാത്തമാറ്റിക്സിൽ നിന്നും ഫിസിക്സിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാലും ഇവിടെ മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്, സോ മാത്സ് നിങ്ങൾ ഫിസിക്സും മാത്തമാറ്റിക്സും നിങ്ങൾ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സെമസ്റ്ററിലെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ എങ്കിൽ മാത്രമാണ് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നത്
ഇംഗ്ലീഷ് പ്രൊഫീഷ്യൻസിയാണ്. സോ ഇംഗ്ലീഷും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഒരു മിനിമം ലെവൽ ഓഫ് പ്രൊഫീഷ്യൻസിയാണ്. ശശി തരൂർ സംസാരിക്കുന്ന പോലത്തുള്ള പ്രൊഫീഷ്യൻസി ഒന്നും ഇതിലാരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു മിനിമം ലെവൽ ഓഫ് പ്രൊഫീഷ്യൻസി 10th 12th വരെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രൊഫീഷ്യൻസി അല്ലേ, അത് തന്നെയാണ് ഇവിടെ റിക്വയർമെൻ്റ് ആയിട്ട് വേണ്ടത്. സോ 10th ക്ലാസ്സിലോ 12th ക്ലാസ്സിലോ ഇംഗ്ലീഷ് നിങ്ങളൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവുകയും അത് പാസ്സാവുകയും ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയാണ്, വളരെ നല്ല സാലറിയോടുകൂടെ വന്നിരിക്കുന്ന ജോലിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് 40,000 റുപ്പീസ് മുതൽ 1,40,000 റുപ്പീസ് വരെ. സോ അപ്പം ഇൻഹാൻഡ് ഫൈനലി നിങ്ങളുടെ ഡിഡക്ഷൻസും ഒക്കെ കഴിഞ്ഞ് ഒരു നല്ല തുക എന്തായാലും ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 13 lakhs പ്രകാരം CTCയിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ അത്രയും രീതിയിലുള്ള എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ട് തന്നെ ഇൻഹാൻഡ് സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇൻഹാൻഡ് സാലറി കൂടാതെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലൊക്കെ വരുന്ന ബാക്കി എല്ലാ ബെനിഫിറ്റ്സുകളും DNS അലവൻസ്, DA, അതുപോലെ തന്നെ ഹൗസ് റെൻറ്റ് അലവൻസ്, അങ്ങനെ മെഡിക്കൽ ബെനിഫിറ്റ്സും മെഡിക്കൽ സ്കീംസിലേക്കുള്ള ആക്സസ്, അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോലിയാണ്, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ATCയുടെ JEE എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെലക്ഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഒറ്റ ഒരു ഓൺലൈൻ എക്സാമിനേഷനോട് കൂടിയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. സോ അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ, അപ്പോൾ അത് അധികവും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ ആയിരിക്കും. ഇനി നിങ്ങൾ ചിലപ്പം ഏജ് റിലാക്സേഷനൊക്കെ ക്ലെയിം ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആവശ്യത്തിനുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഒരു വോയിസ് ടെസ്റ്റ് ഉണ്ടാകും. വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കാൻ പറയുമോ, പാട്ട് പാടാൻ പറയുമോ, അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിൽ പ്രൊഫീഷ്യൻസി നോക്കുന്നതല്ല. ഒരു മാഗസിനിലോ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളിലെ ഒരു പാരഗ്രാഫ് 2 പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് ഉറച്ച് വായിക്കുക, ശബ്ദത്തിൽ വായിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ള കഴിവുണ്ടോ, അതായത് ആ ഒരു ശബ്ദത്തിന് ആ ഒരു കാഠിന്യം, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഇല്ലേ, അതൊക്കെയാണ് പൊതുവേ നോക്കുക. തന്നിരിക്കുന്ന കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫീഷ്യൻസിയും അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വോയിസ് ടെസ്റ്റ് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ടെസ്റ്റ്, അതായത് ഡ്രഗ്സോ അങ്ങനത്തെ കെമിക്കൽസോ, കാരണം ഇതൊരു ഹൈലി റിസ്ക് ആയിട്ടുള്ള ജോലിയാണ്, ഹൈ പ്രൊഫൈൽ ജോലിയാണ്, ഹൈലി പ്രസ്റ്റീജിയസ് ആണ്, ഹൈ പേയിങ് ആണ്, അതേസമയം വളരെ ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു ജോബാണ് അല്ലേ. സോ ഒരു ഡ്രഗ്സും അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരാൾ, ഒരു പ്രോപ്പർ മെൻറ്റൽ സ്റ്റേറ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലേ. ഒത്തിരി ആൾക്കാരുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. സോ ബേസിക്കലി സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ ടെസ്റ്റ് ഉണ്ടോ എന്നും ഇവിടെ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേണിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും ഒക്കെയാണ്. സോ എക്സാമിനേഷൻ പാറ്റേൺ ഞാനിവിടെ സ്ക്രീനിൽ തന്നിട്ടുണ്ട്. സോ ടോട്ടലി 2 മണിക്കൂറാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. സോ നിങ്ങൾക്കിവിടെ സബ്ജക്റ്റുകൾ കാണാം. പാർട്ട് A ആൻഡ് പാർട്ട് B ആയിട്ട് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പാർട്ട് Aയിൽ വരുന്നത് 4 സബ്ജക്റ്റുകളാണ്. ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്, പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, വീണ്ടും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. ഇത്രയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഇംഗ്ലീഷിന് തന്നെയാണ്. നെക്സ്റ്റ് ഏറ്റവും കുറച്ച് വെയിറ്റേജ് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം, നിങ്ങൾ മേ ബി ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കും, പക്ഷേ നിങ്ങളുടെ GKയിൽ അത്ര നല്ലതല്ല, കുറച്ച് വീക്കാണെന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് ഈ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം GKക്ക് ആകെ 10 മാർക്കിൻ്റെ വെയിറ്റേജ് മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ 120 മാർക്കിൽ 10 മാർക്ക് മാത്രമാണ് ഇവിടെ GKക്ക് വെയിറ്റേജ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്, അതിന് രണ്ടിനും തുല്യ വെയിറ്റേജ് ആണ്. 15 മാർക്ക് വീതം 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പിന്നെ ഇംഗ്ലീഷിന് 20. അപ്പോൾ ഇത്രയും ഒരു പാർട്ടിന് 60 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഈ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ 10th 12th ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡിഗ്രി ബേസ്ഡ് ആണ്, അതായത് ഡിഗ്രിക്കാർക്ക് ഫിസിക്സോ മാത്സോ പഠിച്ച ഡിഗ്രിക്കാരോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗുകാരോ എന്നാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 12th ലെവൽ തന്നെ ആയിരിക്കും കൂടുതൽ വരിക. +1 +2 ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്.
അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫിസിക്സിലും മാത്സിലും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന റാങ്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ടോട്ടൽ ഡ്യൂറേഷൻസും. 120 മാർക്കാണ്, അതിന് 2 മണിക്കൂറിലാണ് എക്സാം നടക്കുന്നത്. ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലാതെ essay ക്വസ്റ്റ്യൻസോ ഡിസ്ക്രിപ്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസോ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ആൻസർ ചൂസ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസിൽ എക്സാം പാറ്റേണിൽ പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് സിലബസ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് പറയുന്നത്. സോ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ ആകെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. നിങ്ങളിപ്പം RRBയുടെ SSCയിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം അതേ ടോപ്പിക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഡീറ്റെയിൽ ചെയ്ത് തരാം. ഒന്ന് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? കുറച്ച് ആൾക്കാർ ഒരു ടേബിളിന് ചുറ്റും മേ ബി സർക്കുലർ ആകാം, ട്രയാങ്കുലർ ആകാം, റെക്റ്റാങ്കുലർ, സ്ക്വയർ, അങ്ങനെ ടേബിളിന് ചുറ്റും ഇരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നിരന്നിരിക്കും. അപ്പോൾ അവരുടെ അറേഞ്ച്മെൻറ്റ് ക്ലൂകൾ ഉപയോഗിച്ച് നമ്മൾ ഫോം ചെയ്യുക, എന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയും. ഇതിനാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സില്ലോജിസംസ് ആണ്. എന്താണ് സില്ലോജിസം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം അല്ലേ? സില്ലോജിസം എന്ന് പറയുന്നത് ബേസിക്കലി വെൻ ഡയഗ്രംസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓൾ A are B, ഓൾ B are C, അപ്പം ഓൾ A will be C. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് സില്ലോജിസംസ്. അടുത്തത് ബ്ലഡ് റിലേഷൻഷിപ്സ് ആണ്. സോ A എന്നത് Bയുടെ അച്ഛനാണ്, B എന്നത് സിയുടെ മകനാണ്. അപ്പോൾ A സിയുടെ ആരാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്ന ഫാമിലി റിലേഷൻഷിപ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ബ്ലഡ് റിലേഷൻഷിപ്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പസിൽസ് ആണ്. സോ പസിൽസ് എന്ന് പറയുന്നത് അധികവും അനാലിറ്റിക്കൽ പസിൽസ് ആകാം, തന്നിരിക്കുന്ന കണ്ടീഷൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് പസിൽസ്, അല്ലെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള കണ്ടീഷണൽ പസിൽസ് ആകാം, ഫ്ലോർ ബേസ്ഡ് പസിൽസ് ആകാം, ടീം ഫോർമേഷൻ, ഗ്രൂപ്പ് ഫോർമേഷൻ ബേസ്ഡ്, അങ്ങനെ പലതരത്തിലുള്ള പസിൽസ് വരാം. അടുത്തത് ഇനീക്വാലിറ്റീസ് ആണ്. ഇനീക്വാലിറ്റീസ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്നും വരുന്ന ഒരു സബ് ടൈപ്പാണ് ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്. A greater than B, C less than D, D greater than E, അങ്ങനെയെങ്കിൽ എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുക. സോ ഈക്വൽ ടു അല്ലാത്ത ബാക്കി വരുന്ന എല്ലാ ടൈപ്പും, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അതിനുശേഷം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതിനെയാണ് നമ്മൾ ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, സോ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മെഷീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ പറയാറ്. നമ്മുടെ കയ്യിൽ ഒരു ഇമാജിനറി മെഷീൻ ഉണ്ടാവും, നമ്മൾ അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും പല സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ട് ആ ഇൻപുട്ടിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ആക്കി തരും. സോ ആ സ്റ്റെപ്സ് എന്താണെന്ന്, അതിൻ്റെ ലോജിക് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം അതേ ലോജിക്കിലൂടെ മറ്റൊരു ഇൻപുട്ട് കടത്തി വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കും. ഇതിനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടുത്തത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ഇഷ്ടം പോലെ സബ് ടൈപ്സ് ഉണ്ട്. ബേസിക്കലി കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഒരു തന്നിരിക്കുന്ന വാക്കിനെ ഒരു പ്രത്യേക ഭാഷയിൽ നിന്നും മറ്റൊരു റിട്ടൺ ഭാഷയിലേക്ക് മാറ്റുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതേ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡിനെ നമ്മൾ മാറ്റുക. ഓക്കെ, അല്ലെങ്കിൽ കോഡഡ് ആയിട്ടുള്ള വാക്കാണെങ്കിൽ അതേ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് ഡീകോഡ് ചെയ്യുക. ഇതിനെയാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇഷ്ടം പോലെ സബ് ടൈപ്സ് വരുന്നുണ്ട്. ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ളത്, നമ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്, ആൽഫ ന്യൂമറിക് ക്ലസ്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ളത്, പിന്നെ കോളം ബേസ്ഡ്, മാട്രിക്സ് ബേസ്ഡ്, കമ്പാരിസൺ ബേസ്ഡ്, കണ്ടീഷൻ ബേസ്ഡ്, അങ്ങനെ ഇഷ്ടം പോലെ സബ് ടൈപ്സ് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡേറ്റ സഫീഷ്യൻസി ആണ്. ഡേറ്റ സഫീഷ്യൻസി എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? തന്നിരിക്കുന്ന ഡേറ്റ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മതിയാകുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തും. അതിനെയാണ് ഡേറ്റ സഫീഷ്യൻസി എന്ന് പറയുന്നത്. സോ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ ഡേറ്റ സഫീഷ്യൻസി എന്ന് പറയുമ്പോൾ റീസണിങ്ങിലെ മൊത്തം സിലബസിൽ നിന്നും ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും ഡേറ്റ സഫീഷ്യൻസിയുടെ ചോദ്യങ്ങൾ വരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓർഡർ ആൻഡ് റാങ്കിങ് ആണ്. സോ തന്നിരിക്കുന്ന ഐറ്റംസിനെ അവയുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു ഓർഡർ ആക്കുക, എന്നിട്ട് ഏറ്റവും വലുത് ഏത്, ഏറ്റവും ചെറുത് ഏത് എന്നൊക്കെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഒരാളുടെ റാങ്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ രണ്ടുപേരുടെ നടുക്ക് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇതിനെയാണ് ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. സോ ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൽഫ ന്യൂമറിക് സീരീസ് ബേസിക്കലി നമ്പേഴ്സും ആൽഫബറ്റ്സും കൂടെ വരുന്ന സീരീസ് ആണ്. സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ചില ടേംസിനെ നമ്മളൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ. ഒരു ആൾ നോർത്തിലേക്ക് 10 മീറ്റർ പോയി, എന്നിട്ട് ലെഫ്റ്റ് എടുത്ത് 5 മീറ്റേഴ്സ് പോയി, പിന്നെ വീണ്ടും റൈറ്റ് എടുത്ത് 10 മീറ്റേഴ്സ് പോയി. ഇപ്പോൾ അയാൾ എങ്ങോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സോ നമ്മുടെ ദിശാബോധത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളെയാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്. സോ വെർബൽ റീസണിങ്ങിലാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ, വേർഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ.
നമ്പേഴ്സും അക്ഷരങ്ങളും അവയുടെ പ്ലേസ് വാല്യൂവും ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. സോ അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫിഗർ കംപ്ലീഷൻ, അല്ലെങ്കിൽ ഓഡ് ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കുക, എംബഡഡ് ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഫിഗറിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്പേഷ്യൽ അവയർനെസ് പോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വെർബൽ റീസണിങ്ങിൽ പൊതുവായിട്ട് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ ചോദിക്കാറുള്ളത്. ഇനി അടുത്തത് മാത്തമാറ്റിക്സ് ആണ്. സോ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാർട്ട് എയിലെ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. തന്നിരിക്കുന്ന ഡേറ്റ ടേബിൾ, ഒരുപക്ഷെ ഒരു ബാർ ചാർട്ട് ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആകാം, പൈ ചാർട്ട് ആകാം, അല്ലെങ്കിൽ ഒരു ലൈൻ ഗ്രാഫ് ആകാം. അതിൽ തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. നെക്സ്റ്റ് ഏരിയ ആൻഡ് വോള്യൂം ആണ്. സോ ഏരിയ ആൻഡ് വോള്യൂം എന്ന് പറയുമ്പോൾ മെൻസറേഷൻ ആണ് അല്ലേ. തന്നിരിക്കുന്ന 2D ഫിഗേഴ്സ് അല്ലെങ്കിൽ 3D ഫിഗേഴ്സിൻ്റെയൊക്കെ ഏരിയ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഏരിയ വോള്യൂം കണ്ടുപിടിക്കുക. ഇതിനെയാണ് ഏരിയാസ് ആൻഡ് വോള്യൂംസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പല ഷേപ്പുകളുടെ കൺവേർഷൻ, ഇപ്പോൾ ഒരു സോളിഡ് ഷേപ്പിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിൽ വരുന്ന വോള്യൂമിൻ്റെ വ്യത്യാസങ്ങളും അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളും ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതും അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ്ലി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ്ലി. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരിക്കും. അടുത്തത് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. സോ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എല്ലാവർക്കും അറിയാം അല്ലേ. ഡിസ്റ്റൻസും സ്പീഡും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇതിന് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ കൂടുതലായിട്ടും ആപ്ലിക്കേഷൻസ് വരുന്നത് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ, ട്രെയിനിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് പോലെയുള്ള ചോദ്യങ്ങൾ, പിന്നെ വരുന്നത് റേസുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെയാണ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നത്. അടുത്തത് ടൈം ആൻഡ് വർക്ക് ആണ്. ടൈം ആൻഡ് വർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എക്ക് ഒരു ജോലി ചെയ്യാൻ എത്ര സമയം, ബിക്ക് ഒരു ജോലി ചെയ്യാൻ എത്ര സമയം, ഇവർ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര സമയം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ആ ചോദ്യങ്ങളാണ് ടൈം ആൻഡ് വർക്കിൽ വരുന്നത്. നെക്സ്റ്റ് റേഷ്യോ പ്രൊപ്പോർഷൻ ആണ്. റേഷ്യോ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷനും പിന്നെ പെർസെൻറ്റേജസും ആവറേജസും കേട്ടോ. ഇത് മൂന്നും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ തന്നെ പില്ലേഴ്സ് ആണെന്ന് പറയാം. ഈ 3 ടോപ്പിക്സും യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ നോർമലി പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, ലാഭം നഷ്ടം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ പെർസെൻറ്റേജസ് എങ്ങനെയാണ്, ചീറ്റ് ചെയ്യുന്ന ഷോപ്പ് കീപ്പർ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഡിസോണസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡിസ്കൗണ്ട് വരുന്ന ചോദ്യങ്ങൾ, മാർക്ക്ഡ് പ്രൈസ്, ലിസ്റ്റഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മാത്സിൽ ചോദിക്കാം. അടുത്തത് പെർസെൻറ്റേജും ആവറേജും ഞാൻ നേരത്തെ പറഞ്ഞു. പെർസെൻറ്റേജും ആവറേജിനൊക്കെ ഇഷ്ടംപോലെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇഷ്ടംപോലെ വരാം. അടുത്തത് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിൽ കൂടുതലും ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, അതിൻ്റെ കൺവേർഷൻസ്, ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്തത് വരുന്നത് മിക്സ്ചർ ആൻഡ് ആലിഗേഷൻ ആണ്. സോ രണ്ട് മിക്സ്ചേഴ്സ് ഒരു പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ടുള്ള മിക്സ്ചറിൽ വരുന്ന ആ ഇൻഗ്രീഡിയൻസിൻ്റെ റേഷ്യോ എത്രയായിരിക്കും. അതുപോലെ തന്നെ റൂൾ ഓഫ് ആലിഗേഷൻ, ഇങ്ങനെ ഒരു ഡയഗ്രാം ഒക്കെ വരച്ചിട്ടൊരു റൂളുണ്ട്. സോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആലിഗേഷൻ റൂള് മിക്സ്ചേഴ്സിൽ മാത്രമല്ല മറ്റ് പല ടോപ്പിക്കുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാം. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഏതൊക്കെയാണ്, സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റീസ്, റേഷ്യോസ്, അതിൻ്റെ വാല്യൂസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനം അവർ ലാഭം എടുക്കുന്നത് അവർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതേ റേഷ്യോയിലായിരിക്കും അല്ലേ. അതുപോലെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ബാർ ഡയഗ്രാം ആൻഡ് പൈ ചാർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാത്തമാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ ബേസിക്കലി വൊക്കാബുലറി അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ, പദങ്ങളും അവയുടെ മീനിങ്ങുകൾ, വീണ്ടും സിനോണിംസ്, ആൻറ്റണിംസ് ആൻഡ് ദ കറക്റ്റ് യൂസേജ്. സോ വാക്കുകളുടെ ശരിയായിട്ടുള്ള ഉപയോഗം, അർത്ഥങ്ങൾ, വിപരീതങ്ങൾ, സ്പോട്ടിംഗ് ദ എറർ, തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ എറർ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. മിസ്പെൽറ്റ് ആയിട്ടുള്ള വാക്കുകൾ, സ്പെല്ലിംഗ് തെറ്റിച്ചിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. സോ ഇഡിയംസും ഫ്രേസസും അതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണ്, തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഏതൊക്കെയാണ്, അല്ലാത്തത് ഏതൊക്കെയാണ് തുടങ്ങിയ, അതുപോലെ തന്നെ ഒറ്റ വാക്കുകൊണ്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുക. വീണ്ടും റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, തന്നിരിക്കുന്ന പാസേജ് വായിച്ചുകൊണ്ട് ഈ കൂടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. അപ്പോൾ ഇതിനെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്.
അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആണ്. തന്നിരിക്കുന്ന പാസേജ് അല്ലെങ്കിൽ പാരഗ്രാഫിലെയോ സെൻറ്റൻസിലെയോ ഒക്കെ എത്ര എറേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇനി കംപ്ലീഷൻ ഓഫ് തന്നിരിക്കുന്ന പാരഗ്രാഫുകൾ കംപ്ലീറ്റ് ആക്കുക. പാരാ ജംപ്ലിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5-6 സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഫസ്റ്റ് തീം ലാസ്റ്റ് തീം സെൻറ്റൻസസ് കറക്റ്റ് ഓർഡറിലായിരിക്കും, ബാക്കിയെല്ലാം മിസ്പ്ലേസ്ഡ് ആയിരിക്കും. സോ അപ്പോൾ ആ ഓർഡറിലുള്ളതിനെ നമ്മൾ കണ്ടുപിടിക്കുക, കറക്റ്റ് ഓർഡർ ആക്കുക, മിസ്ഓർഡേർഡ് ആയിട്ടുള്ളതിനെ കറക്റ്റ് ഓർഡറിലാക്കുക. ഇതിനെയാണ് പാരാ ജംപ്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. കൂടുതലും 1 വേർഡ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരാറുണ്ട്. മോഡ്സ് ഓഫ് നരേഷൻ, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. പ്രിപ്പോസിഷൻ ഇത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും മോഡ്സ് ഓഫ് നാരേഷനിലിപ്പം ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇംഗ്ലീഷിൽ സാധാരണ വരാറ്. ഇനി അടുത്തത് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ഒരു സിലബസ് ആണ്. ജനറൽ അവയർനെസ് ആകെ 10 മാർക്കിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് വരുന്നത് കൂടുതലും ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ അഫയേഴ്സ്, അതായത് വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്, അതിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 6 മാസം തൊട്ട് 2 ഇയേഴ്സ് വരെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ പോലെയുള്ള മേജർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ്, ഓത്തേഴ്സ് ഏതൊക്കെയാണ്, ആ ബുക്കുകൾക്ക് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണ്, അവാർഡ്സ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള കൺട്രീസ് ആൻഡ് ദെയർ ക്യാപിറ്റൽസ്, കൺട്രീസും അതിൻ്റെ ക്യാപിറ്റൽസിൻ്റെ കൂടെ തന്നെ അവയുടെ കറൻസീസും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിലബസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സ്പോർട്സ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് സ്പോർട്സിലെയും എൻ്റർടൈൻമെൻറ്റിലെയും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ്, അവർ ഏത് രീതിയിലാണ് പ്രശസ്തരാവുന്നത്, അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് ഏതൊക്കെയാണ്, അവർ ബുക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരാറുള്ള സ്കീമുകൾ ഏതൊക്കെയാണ്, പോളിസീസ് ഏതൊക്കെയാണ്. പിന്നെ ഇന്ത്യയുടെ ഇക്കോണമി, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ജിയോഗ്രഫി. സോ ബേസിക്കലി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ ഏതൊക്കെയായിരുന്നു, അവയുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ഫേമസ് മോണ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഫേമസ് എംപറേഴ്സ് ആരൊക്കെയാണ്. ഇനി വീണ്ടും കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ, എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ഫേമസ് ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്, ഓരോ സ്റ്റേറ്റിൻ്റെയും ഡാൻസ് ഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ത്യയുടെ ജിയോഗ്രഫി, ഫേമസ് ആയിട്ടുള്ള റിവേഴ്സ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ലാൻഡ് മാർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സയൻറ്റിഫിക് റിസർച്ചിൽ ഇന്ത്യ നടത്തിയ മുന്നേറ്റങ്ങൾ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാർട്ട് എയുടെ സിലബസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇതൊക്കെ നമ്മുടെ പാർട്ട് എയിലെ 4 സബ്ജക്റ്റിൻ്റെയും സിലബസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പാർട്ട് ബിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഇത്രയും വന്നിരിക്കുന്നത് പാർട്ട് എയുടെ സിലബസ്. ഇനി നമുക്ക് പാർട്ട് ബിയുടെ സിലബസ് കൂടി നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ സിലബസ് ആണ്. സോ ഫിസിക്സ് ഇവിടെ പാർട്ട് ബിയിലെ ഫിസിക്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് പാർട്ട് ബിയിൽ വരുന്നത്. അപ്പോൾ ആ സിലബസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വേവ്സ് ആൻഡ് ഓപ്റ്റിക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ. സോ വേവ് നേച്ചർ ഓഫ് ലൈറ്റും അതുപോലെ തന്നെ അതിനോട് സംബന്ധിച്ചിട്ടുള്ള ലൈറ്റിൽ തന്നെ വരുന്നതാണ് ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസും അത് സംബന്ധിച്ചിട്ടുള്ള ഫിനോമിനൻസും, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, റേ ഡയഗ്രാംസ് ഒക്കെയാണ് വേവ്സ് ആൻഡ് ഓപ്റ്റിക്സിൽ വരുന്നത്. അടുത്തത് തേർമൽ ഫിസിക്സ് ആണ്. സോ തെർമോഡൈനാമിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തേർമൽ ഫിസിക്സിൽ വരുന്നത്. വീണ്ടും സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്, സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ 11th-ലും 12th-ലും പഠിക്കുന്നതാണ് അല്ലേ. സ്കേലേഴ്സ് ആൻഡ് വെക്ടേഴ്സിലൊക്കെ നമുക്കറിയാം വെക്ടർ എന്താണ്, സ്കേലർ എന്താണ്, അത് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് വെക്ടേഴ്സ് വരുന്നത്, ഏതൊക്കെയാണ് സ്കേലേഴ്സ് വരുന്നത്, അവ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. വീണ്ടും ഓപ്റ്റിക്സ് ആണ്, റേ ഓപ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ലെൻസസ്, കോൺവെക്സ് ലെൻസസ്, കോൺകേവ് ലെൻസസ്, അതിലൂടെയുള്ള ലൈറ്റിൻ്റെ പാസേജ്, പ്രിസംസ്, വീണ്ടും അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഇനി അടുത്തത് മൂവിങ് ചാർജസ് വിത്ത് മാഗ്നറ്റിസം. സോ മാഗ്നറ്റിസം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ, അതിൽ വരുന്ന ജനറൽ ആയിട്ടുള്ള റൂളുകൾ ഏതൊക്കെയാണ്, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ. പിന്നെ അതിൻ്റെ മൂവിങ് ചാർജസ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ്, എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. നെക്സ്റ്റ് മോഡേൺ ഫിസിക്സ്, അത് കൂടുതലും ക്വാണ്ടം ഫിസിക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിസിക്സിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പഴയ ലോസ് ഓഫ് മോഷൻ, നമ്മുടെ ന്യൂട്ടൻ്റെ 3 ലോസ് ഓഫ് മോഷൻ, അതുപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിസൾട്ടുകളും ഒക്കെ വരുന്നതായിരിക്കും. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. സോ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സെമി കണ്ടക്ടർ ഡിവൈസസ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും. അടുത്തത് ഇലക്ട്രോണിക് ഡിവൈസസ്, ഏതൊക്കെയാണ് ഇലക്ട്രോണിക് ഡിവൈസസ്, നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ യൂസസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ ഇലക്ട്രിസിറ്റിയിൽ തന്നെ ഇഷ്ടം പോലെ ടോപ്പിക്സ് വരുന്നുണ്ട് അല്ലേ. വോൾട്ടേജ്, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്, പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ അതിൽ ഇഷ്ടം പോലെ തിയറംസ് വരുന്നുണ്ട്, ഇഷ്ടം പോലെ കണ്ടുപിടുത്തങ്ങൾ,
വീണ്ടും കുറേ ലോസും ഒക്കെ വരുന്നുണ്ട് അല്ലേ. അങ്ങനെ കുറേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. സോ മാത്തമാറ്റിക്സ് നമ്മുടെ പാർട്ട് എയിലെ അല്ല, പാർട്ട് ബിയിലെ. പാർട്ട് എയിൽ വരുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇവിടെ പക്ഷേ മാത്തമാറ്റിക്സ് നമ്മുടെ 11th and 12th സബ്ജക്റ്റിൽ നിന്ന് വരുന്ന മാത്സ് ആണ്. 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ജിയോമെട്രി. സോ ബേസിക് ജിയോമെട്രി ഉണ്ട്, 3 ഡയമെൻഷണൽ ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ സ്ഫിയർ പോലെയുള്ള സോളിഡ് ഷേപ്സിൻ്റെ ജിയോമെട്രി അടക്കമുള്ള ചോദ്യങ്ങൾ, സ്ട്രെയിറ്റ് ലൈനുകൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ്, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതുപയോഗിച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടാവുമോ ഇല്ലയോ, എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, വേർഡ് ബേസ്ഡ് പ്രോബ്ലംസ് ഒക്കെ വരും. നെക്സ്റ്റ് പ്രോബബിലിറ്റിയിൽ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അല്ലേ, പല ടേംസ് വരുന്നുണ്ട്. സാമ്പിൾ സ്പേസ് എന്താണ്, അതുപോലെ തന്നെ ഇമ്പോസിബിൾ ഇവൻറ്റ്, മ്യൂച്വലി ഇൻക്ലൂസീവ് ഇവൻറ്റ്, എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്, അങ്ങനെ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി, അങ്ങനെ പലതരത്തിലുള്ള പാരാമീറ്റേഴ്സും പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അല്ലേ, അറേഞ്ച്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, 2 ക്വസ്റ്റ്യൻസും എങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് മാത്സ് വീണ്ടും മാക്സിമ ആൻഡ് മിനിമ ഓഫ് എ ഫങ്ഷൻസ്, പിന്നെ ലിമിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇൻറ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ, വീണ്ടും അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെ എങ്ങനെയാണ് നമുക്ക് ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക, ആൻഡ് ബൈനോമിയൽ തിയറം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർട്ട് ബിയിൽ വരുന്ന മാത്തമാറ്റിക്സിൽ വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, നമ്മുടെ സിലബസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പം പറഞ്ഞതെല്ലാം ഈ ഒരു എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മൾ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ ജസ്റ്റ് എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.